ഒരാൾ തെറ്റ് ചെയ്യുന്ന കണ്ട് അല്ലെങ്കിൽ ഒരാൾക്കുള്ള പ്രശ്നം കണ്ട് അത് ആൾക്കനുസരിച്ചും നമ്മൾ പറഞ്ഞു കൊടുക്കണം. മഹാനായ ഹസൻ ഹുസൈൻ റഹിമഹുമുല്ലാ ഹബീബായ തങ്ങളുടെ പേരക്കുട്ടികളാണല്ലോ. ഇവര് ഒരാള് ഉണ്ടാക്കുന്നത് കഴിച്ച് ഉണ്ടാക്കുന്നത് കണ്ടപ്പോ അത് പറഞ്ഞു കൊടുത്ത രീതി മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്. ഒരു പ്രായം ചെന്ന ഒരാള് ഒരു ഉപ്പ ഉണ്ടാക്കുന്നത് കഴിവാണ്. ഇവർ രണ്ടുപേരും കുട്ടികളാണ്, മുത്താലിമീങ്ങളാണ്. ഇവര് ചെന്ന് നേരിട്ട് ഉപ്പങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പം പറയും നിങ്ങൾ രണ്ട് പീക്കിരി കുട്ടികൾ ഇങ്ങനെ തിരുത്താൻ അയക്കണമെന്ന് ചിലപ്പോൾ ഒറ്റടിക്ക് ചോദിച്ചു കളയും. അതില്ലാതിരിക്കാൻ വേണ്ടി ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവോട് പറയാണ്, അന്ത്രോനെ ഈ പോയിട്ട് ഒതുണ്ടാക്കണം. അയാൾ എങ്ങനെ ഒതുണ്ടാക്കണേ അതേമാതിരി തന്നെ ഒതുണ്ടാക്കണം. ആ ഒതുണ്ടാക്കുമ്പോ ഞാൻ എൻ്റെ അടുത്തേക്ക് വരും, അന്ന ചീത്ത പറയും. എന്നിട്ട് ഉപ്പാപ്പ പഠിപ്പിച്ച രീതി ഞാൻ പറഞ്ഞു തരും, അത് നീ കേൾക്കണം, അയാളും കേട്ടോളും എന്ന് പറഞ്ഞ് തിരുത്തുന്ന ഒരു രീതിയുണ്ട്. ഇതൊരു തന്ത്രമാണ്. ആളെ നോക്കിയിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അയാൾക്ക് ചിലപ്പോ ആൾക്കാർക്കിടയിൽ ഒരു മക്കാനത്തുണ്ടാവും, എങ്കിൽ അയാൾ ആളുകൾക്കിടയിൽ ഇട്ടാണ്ട് വസലാക്കരുത്. തെറ്റ് ചെയ്താൽ അയാളോട് ഒറ്റക്കോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഹബീബായ തങ്ങള് ഹിജ്റയുടെ സമയത്ത് ഈ ഒരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരാള് ഹിജ്റ നടത്തുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പെണ്ണ് വന്നിട്ട് ഒരു സഹാബിനോട് പറയാണ്, ഞാൻ തങ്ങളോടൊപ്പം ഹിജ്റ പോണുണ്ട്, മദീനത്തേക്ക് നിങ്ങളും പോരുകയാണെങ്കിലേ നമ്മളെ വിവാഹം നടക്കുള്ളൂ, എങ്കിൽ ഞാനും പോരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സഹാബി പോകുന്നത്. ഈ വിവരം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഹബീബായ തങ്ങളോട് പറഞ്ഞപ്പോ ഇത് തിരുത്തി കൊടുക്കുന്നുണ്ട്. എങ്ങനെ തിരുത്തി കൊടുക്കുന്നത്? എല്ലാരെയും ഒരുമിച്ച് കൂട്ടാണ്. എല്ലാ സഹാബിനും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു വാഴ്. എന്താ വാഴ്? ഹബീബായ തങ്ങൾ പറയാണ്, അല്ലാഹു തആല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചാണ്. നിങ്ങൾ ഈ ഹിജ്റ ചെയ്യുന്നത്, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ ഹിജ്റ ചെയ്യുന്നത് കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ എങ്കിൽ നിങ്ങളുടെ കച്ചവടം നടക്കും. അല്ല, നിങ്ങൾ എന്തെങ്കിലും കല്യാണം ഉദ്ദേശിച്ചുകൊണ്ടാണോ അത് നടക്കും. അല്ല, അള്ളാഹുവിന്റെയും റസൂലിന്റെയും തൃപ്തിയും വിലയും ഉദ്ദേശിച്ചുകൊണ്ടാണോ അത് ലഭിക്കും. ഇങ്ങനെ ഓരോന്നും വിശദീകരിച്ചിട്ട് അയാളുടെ മനസ്സിലുള്ളത് കൂടി ഈ കൂട്ടത്തിൽ അങ്ങ് ചേർത്ത് പറഞ്ഞു, ആകെ പറഞ്ഞു. അപ്പൊ മൂപ്പർക്ക് കാര്യം ബോധ്യപ്പെട്ടു, ഞാൻ അങ്ങനെയാണല്ലോ എന്ന് മനസ്സിലാക്കി തിരുത്തിയതാണ്. ഇങ്ങനെയാണ് തിരുത്തേണ്ട രീതി. അപ്പോ ഹിക്മത്ത് അനുസരിച്ച് വേണം ആ തിരുത്തൽ നടപടികളൊക്കെ ഉണ്ടാവേണ്ടത്.